ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഈ ക്ലാസ്സിൽ കയറിയിട്ടുള്ള എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഗുരുവിരചിതമായ ഇന്ദ്രിയ വൈരാഗ്യം എന്ന കൃതി 10 ശ്ലോകങ്ങളടങ്ങുന്ന ശിവസ്തോത്രമായ ഇന്ദ്രിയ വൈരാഗ്യത്തെക്കുറിച്ച് കുറേ ക്ലാസ്സുകളായി നാം പഠിച്ചു വരികയാണ്, ചർച്ച ചെയ്ത് വരികയാണ്. ഈ വിശകലനത്തിന് ആ 10 പദ്യങ്ങളിലേലും ഏതാണ്ട് സാമാന്യ അർത്ഥം നാം ഇതിനോടകം പരിഗണിച്ചു കഴിഞ്ഞു. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കഠോപനിഷത്തിലെ രഥരൂപകം നാം പരിഗണനയ്ക്കെടുത്തു. ഇന്ദ്രിയ വൈരാഗ്യം എന്ന് പറയുന്ന, അതായത് വേദാന്തശാസ്ത്രം പറയുന്ന ദമം ഒരു സുപ്രധാനമായ സാധനാഘട്ടമായതുകൊണ്ട് അതേക്കുറിച്ച് എല്ലാ പ്രാമാണിക ഗ്രന്ഥങ്ങളിലും പരാമർശങ്ങളുണ്ട്. അതിൻ്റെ പ്രാധാന്യത്തിന് ഊന്നൽ നൽകുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ കഠോപനിഷത്തിനെ ആശ്രയിച്ചത്. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് നമ്മൾ ഭഗവത്ഗീതയിൽ ഇത് സംബന്ധിച്ചുള്ളൊരു പ്രധാന പരാമർശത്തെക്കുറിച്ച് കൂടി നിങ്ങളെ ഒന്ന് ധരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയെല്ലാം ഉണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഇവിടെ പറയുന്നു, ഭഗവത്ഗീത പറയുന്നു, ധ്യായതേ വിഷയാൻ പുംസ സംഗസ്തേഷു പചായതേ സംഗാത് സഞ്ജായതേ കാമ കാമാത് ക്രോധാഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതിവിഭ്രമാത് വിധിവിഭ്രമാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സംസ്കൃതമായതുകൊണ്ട് ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. എൻ്റെ സാമാന്യ അർത്ഥം ഞാൻ അങ്ങോട്ട് പറയാം. അത് കൂടെ കേട്ടിട്ട്, സംസ്കൃതം അറിയാൻ വയ്യാത്തവരാണ് ഭൂരിപക്ഷമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഞാനും സംസ്കൃതം പഠിച്ചിട്ടില്ല ആധികാരികമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ധ്യായതേ വിഷയാൻ പുംസ, ഇന്ദ്രിയ വിഷയ സംബന്ധമായ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്ന ഒരുവൻ, തൽപരനായിരിക്കുന്ന ഒരുവൻ, സംഘസ്തേഷു പജായതേ, അവന് ഇന്ദ്രിയങ്ങളിങ്ങനെ നിരന്തരം കൊണ്ടുവന്ന് മനസ്സിനെ കലുഷിതമാക്കിക്കൊണ്ടിരിക്കുന്ന, മനസ്സിനെ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയങ്ങളിൽ പലതിലും തൽപരനായി മാറുന്നു, സംഘം ജനിക്കുന്നു, താല്പര്യമുണ്ടാകുന്നു, അതിനോട് ഒട്ടല തോന്നുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ നിലവിലുണ്ട്. അപ്പം ധ്യായതേ വിഷയാൻ പുംസ സംഘസ്തേഷു പജായതേ സംഘാത് സഞ്ജായതേ കാമ, അങ്ങനെ സംഘം തോന്നുമ്പോൾ, വിഷയങ്ങളിൽ സംഘം തോന്നുന്ന ഒരുവന് സംഘാത് സഞ്ജായതേ കാമ, അതിന് പലതിനോടും കാമം തോന്നും. കാമമെന്ന് പറഞ്ഞാൽ കാമവികാരമല്ല, അതിനെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം ജനിക്കും. അതിൽ ചിലതിനെയെല്ലാം സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം ജനിക്കും. അങ്ങനെ വരുമ്പോൾ കാമാത് ക്രോധാഭിജായതേ, എല്ലാ കാമങ്ങളും, ഒരു 100 കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ കിടന്ന് കളിക്കുകയാണ്. അതിൽ 10 നേടാൻ പറ്റുന്നുള്ളൂ, ബാക്കി 90 പറ്റാതെ വരും. അതാണ് സാധാരണ കാര്യം, അതൊരു സാധാരണ കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ എനിക്ക് മനസ്സിന് വളരെ ഇഷ്ടപ്പെട്ട ചിലത് സാധിക്കാതെ വരുമ്പോൾ എനിക്ക് ദേഷ്യം, അതായത് ക്രോധം ഉണ്ടാവും, ക്രുദ്ധനാവും. അങ്ങനെ ക്രുദ്ധനാകുന്ന ഒരുത്തൻ പിന്നെന്ത് സംഭവിക്കും? ക്രോധാത് ഭവതി സമ്മോഹ, ക്രോധം ജനിക്കുമ്പോൾ, അതായത് ആദ്യം സംഘം തോന്നി, അത് കാമമായി, കാമം ക്രോധത്തിന് വഴി തുറന്നു, കാമവും ക്രോധവും കൂടി വന്നപ്പോൾ അത് സമ്മോഹമായിട്ട് മാറി. ഏത് തരത്തിലും നേടിയെടുക്കണം, എന്ത് വന്നാലും തിരക്കേടില്ല, ഞാനിതിൻ്റെ പിന്നാലെ പോകുന്നുള്ളൊരവസ്ഥ വന്നു. അപ്പം അങ്ങനെയുള്ള ഒരാളിന് എന്ത് സംഭവിക്കും? സമ്മോഹാത് സ്മൃതിവിഭ്രമ, സ്മൃതിവിഭ്രമം ഉണ്ടാകും. അതായത് പരിസരബോധം എല്ലാം നഷ്ടപ്പെടും. എന്ത് വന്നാലും തിരക്കേടില്ല, ഭവിഷ്യത്ത് എന്തായാലും കുഴപ്പമില്ല, ഞാൻ ഇതിൻ്റെ പിന്നാലെ പോയിരിക്കും എന്നുള്ള ഒരു ലൈക്ക് എ ബുൾ ഇൻ ദ ചൈന ഷോപ്പ് എന്ന് പറയും. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ വരും. അങ്ങനെ അപ്പം സമ്മോഹ സ്മൃതിവിഭ്രമം വരുമ്പോൾ, സ്മൃതിവിഭ്രമാത് ബുദ്ധിനാശോ, അത് ബുദ്ധിനാശത്തിൻ്റെ അടയാളമാണ്. അതായത് അവൻ്റെ ബുദ്ധി കെട്ടിരിക്കുന്നു, അവൻ ചിലതിലിങ്ങനെ അന്ധമായി വീണ് കിടക്കുകയാണ്, അവൻ്റെ ബുദ്ധി വർക്ക് ചെയ്യുന്നില്ല. ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും മനസ്സും കൂടി ചേർന്നിട്ട് ബുദ്ധിയെ കെടുത്തിയിരിക്കുകയാണ്. ബുദ്ധിനാശം സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെ ബുദ്ധിനാശം സംഭവിച്ചതിൻ്റെ പരിണത ഫലം എന്താണ്? അവൻ ബുദ്ധിനാശാത് പ്രണശ്യതി,
പ്രാണനാശം സംഭവിച്ചതുപോലായിത്തീരും അവൻ. ആ നിലയിലെത്തും. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുമെന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ആൾ മാറും എന്നാണ് ഭഗവത്ഗീത പറയുന്നത്. ധ്യായതേ വിഷയാൻ പുംസ സംഗസ്തേഷു പജായതേ സംഗാത് സഞ്ജായതേ കാമാത് ക്രോധാഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹാത് സ്മൃതിവിഭ്രമാത് ബുദ്ധിനാശാത് പ്രണശ്യതി. ഇങ്ങനെ ഇത് പറഞ്ഞു വയ്ക്കുമ്പോഴും നമ്മൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഉപനിഷത്തുക്കളായാലും ഭഗവത്ഗീതയായാലും ബ്രഹ്മസൂത്രമായാലും പ്രസ്ഥാനത്രയത്തിലെ ഏത് ഗ്രന്ഥം നിങ്ങളെടുത്താലും എല്ലാത്തിലും വേദാന്ത ശാസ്ത്രത്തിലെ ഒരു സുപ്രധാന വിഷയമായിട്ടാണ് ഇന്ദ്രിയ വൈരാഗ്യത്തെ കൈകാര്യം ചെയ്യുന്നത്. അതേക്കുറിച്ചാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്ത് വന്നതെന്നും കൂടി നാം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇത് പറയുമ്പോൾ ഈ ഭഗവത്ഗീതയിലും കഠോപനിഷത്തിലും ഒക്കെ പറഞ്ഞു വെച്ച അതുപോലെ തന്നെ നമ്മളിതുവരെ ചർച്ച ചെയ്ത ഈ വിഷയം ഇന്ദ്രിയ വൈരാഗ്യം ഇത് സംബന്ധിച്ച് ഒരു കീർത്തനത്തിൻ്റെ ഏതാനും ലൈൻ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. നയന പങ്കജ കൃത ചുഴിയിൽ കഥയറിയാതെ രമിക്കേ മോഹതരംഗങ്ങൾ അലയടിച്ചുയർന്നു മോഹഭംഗം പണം വിരിക്കേ മനസ്സിൻ്റെ സൃഷ്ടി മനുഷ്യമനോ വൈകൃതങ്ങൾ മോഹമഹാർണവ മോചനമാർഗം ശ്രീഗുരുവരവദ ശരണം ശിവഗിരിനാഥൻ തൻ ശരണം ശിവഗിരിനാഥൻ തൻ ശരണം. കീർത്തനം നിങ്ങൾ ശ്രമിച്ചു. ഈ കീർത്തനത്തിൽ പറയുന്നതും മറ്റൊന്നല്ല, നയന പഞ്ചകകൃത ചുഴിയിൽ. നയന പഞ്ചകമെന്ന് പറഞ്ഞാൽ പഞ്ചകം 5, നയനാദി 5 ഇന്ദ്രിയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഗുരുദേവൻ മറ്റൊരു കൃതിയിൽ പറയുന്നില്ലേ, കിളികളെ 5ഉം അരിഞ്ഞ് കീഴ്മറിക്കും എന്ന് പറയുക. കിളികളെ 5ഉം അരിഞ്ഞ് കീഴ്മറിക്കണമെന്ന് പറയുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ 5നെയും എയ്ത് വീഴ്ത്തണമെന്നാണ്. അതായത് നയന പഞ്ചകമെന്ന് പറഞ്ഞാൽ നയനാദി 5 ഇന്ദ്രിയങ്ങൾ. ഈ നയനാദി 5 ഇന്ദ്രിയങ്ങൾ നമുക്ക് നിയന്ത്രണാധീനമാക്കണം. നയന പഞ്ചക കൃതചുഴിയിൽ ഈ നയനാദി 5 പഞ്ചേന്ദ്രിയങ്ങൾ അഥവാ ജ്ഞാനേന്ദ്രിയങ്ങൾ സൃഷ്ടിക്കുന്ന ചുഴിയിൽ അവ ചുഴി സൃഷ്ടിക്കുമെന്ന് പറയുക. അതായത് കഠോപനിഷത്തിലെ രഥരൂപകത്തിലും ധ്യായതേ വിഷയാൻ പുംസ എന്ന് തുടങ്ങുന്ന ഭഗവത്ഗീതയിലെ പദ്യത്തിലുമൊക്കെ പറഞ്ഞു വെച്ചത് ഇതേ കാര്യം തന്നെയാണ്. നയന പഞ്ചക കൃത ചുഴി. ഈ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ ഫലമായി മനസ്സിനെ ഭ്രമിപ്പിച്ച് ബുദ്ധിയെ ഭ്രമിപ്പിക്കുകയാണ്. അങ്ങനെ ഉള്ള ഈ ഇന്ദ്രിയ വിഷയ മനസ്സിൻ സമുച്ചയത്തിൽ നിന്ന് ഉണ്ടാകുന്ന ചുഴികൾ, ചുഴി എന്ന് പറഞ്ഞാൽ വേൾപൂൾ ഇല്ലേ, ജലാശയത്തിലുണ്ടാകുന്ന വലിയ വാട്ടർ കറണ്ടാണത്. അത് പലപ്പോഴും അപകടകാരിയാണ്. അപ്പോൾ അതിൽ കഥയറിയാതെ രമിക്ക്, നയന പഞ്ചക കൃത ചുഴിയിൽ കഥയറിയാതെ രമിക്ക്. കഥയറിയാതെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് മനസ്സിലാക്കാതെ അതിലെന്തോ രസമുണ്ടെന്ന് കരുതി അത് വീണ് കിടക്കുകയാണ്. അത് ജീവനെ തന്നെ അപഹരിക്കാൻ തക്ക ശേഷിയുള്ള ഒരു കുഴപ്പം പിടിച്ച കാര്യമാണെന്നുള്ളത്
മനസ്സിലാക്കാതെ, കഥയറിയാതെ അതിൽ രമിക്കെ എന്ത് സംഭവിക്കും? മോഹതരംഗങ്ങൾ, ഈ ഈ നയനപഞ്ചകങ്ങൾ, ഇന്ദ്രിയജന്യമായ, ഇന്ദ്രിയ വിഷയജന്യമായ ഈ ചുഴിയിൽ വീണ് കഥയറിയാതെ കിടക്കുന്ന ഒരാൾ, ആ ആളിൻ്റെ ഉള്ളത്തിൽ, മനസ്സിലിങ്ങനെ മോഹതരംഗങ്ങൾ അലയടിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ് ഇതെല്ലാം അതും വേണം ഇതും വേണം, അതോട് സംഘം തോന്നുന്നു, അതോട് താല്പര്യം തോന്നുന്നു, നേടിയെടുക്കണം, ക്രോധം വരുന്നു, മോഹം സമ്മോഹമാകുന്നു. ഈ നിലയിൽ എല്ലാം കിടന്ന് അലയടിച്ചുയരുമ്പോൾ എല്ലാം ഒന്നും നേടിയെടുക്കാൻ ഈ ജീവിതത്തിൽ സാധ്യമല്ല. 100 കാര്യത്തിൽ താല്പര്യം തോന്നിയാൽ അതിൽ 10 നേടിയെടുക്കാനായെങ്കിലായി. 90 നടക്കാത്ത കാര്യങ്ങളാണ്, സാധ്യമല്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ പിന്നാലെ ഓടുകയാണ്. അങ്ങനെ ഓടുമ്പോഴെന്ത് പറ്റും? പലതും നമുക്ക് താല്പര്യം കൂടുതലുള്ള പല കാര്യങ്ങളും നടത്തിയെടുക്കാൻ കഴിയാതെ വരുമ്പോൾ നമുക്കത് മോഹഭംഗമായിട്ട് മാറും. മോഹഭംഗം ഉണ്ടാകുമ്പോഴെന്ത് സംഭവിക്കും? മോഹഭംഗം ഇവിടെ കവി പറയുകയാണ്, പണം വിടർത്തി ആടും. നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പണം വിരുത്തി സർപ്പത്തെ പോലെ വന്ന് നിൽക്കും മോഹഭംഗം. അതുവരെ പലതിൻ്റെയും പിന്നാലെ ഓടിക്കൊണ്ടിരുന്ന ആളിൻ്റെ മുമ്പിൽ മോഹഭംഗം സർപ്പത്തെ പോലെ പണം വിടർത്തി വന്ന് നിൽക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ജീവിതം ദുസ്സഹമായി. നയന പഞ്ചകൃത ചുഴിയിൽ കഥയറിയാതെ രമിക്കേ മോഹതരംഗങ്ങൾ അലയടിച്ചുയർന്നു മോഹഭംഗം പണം വീടർക്കേ ജീവിതം ദുസ്സഹമായി. ജീവിതം ദുസ്സഹമായി മാറുകയാണ്. അപ്പോൾ എന്ത് പറ്റും? അതേക്കുറിച്ച് പിന്നെ കവി ചില ജീവിത യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ. സുഖദുഃഖങ്ങളും സ്വർഗവും നരകവും മനുഷ്യ മനസ്സിൻ്റെ സൃഷ്ടി, മനുഷ്യ മനോ വൈകൃതങ്ങൾ. ഈ സുഖവും ദുഃഖവും സ്വർഗവും നരകവും എല്ലാം, സുഖത്തിൻ്റെ വിളനിലമാണല്ലോ സ്വർഗം, ദുഃഖത്തിൻ്റെ വിളനിലമാണ് നരകമെന്ന് നാം കരുതുന്നു. അങ്ങനെ ഈ സുഖവും ദുഃഖവും സ്വർഗവും നരകവും എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പിന്നാലെ ഓടുന്ന കാര്യങ്ങളെല്ലാം മനുഷ്യ മനസ്സിൻ്റെ ഭാവനാ സൃഷ്ടി മാത്രമാണ്, ഉള്ളതല്ല, യഥാർത്ഥമല്ല, ഭാവനാ സൃഷ്ടങ്ങളാണെന്ന് ഇവിടെ കവി പറയുകയാണ്. അത് മനുഷ്യ മനോവൈകൃതങ്ങളാണ്. അതിൽ നിന്നുള്ള മോചനം എന്താണെന്ന് കവി ഇവിടെ പറയുന്നുണ്ട് ഈ കീർത്തനത്തിൽ. മോഹമഹാർണവ മോചനമാർഗം ശ്രീ ഗുരുവപദ ശരണം ശിവഗിരിനാഥൻ തൻ ചരണം. ഈ മോഹമഹാർണവത്തിൽ നിന്ന്, ഈ നരകക്കടലിൽ നിന്ന് ജീവിതം ദുസ്സഹമായ അവസ്ഥയിൽ വന്നെത്തുന്ന ഒരാളിന് രക്ഷപ്പെടാൻ ഈ മനുഷ്യ വൈകൃതങ്ങളായ സുഖദുഃഖങ്ങളെക്കുറിച്ചുള്ള ഭാവനകളും സ്വർഗനരകങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും ഒക്കെ മാറിയിട്ട് സ്വച്ഛത കൈവരിക്കാൻ, മനസമാധാനം കൈവരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? ഈ മോഹമഹാർണവത്തിൽ നിന്നുള്ള മോചനത്തിനുള്ള വഴി എന്താണ്? സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ പാദങ്ങളിൽ അർപ്പിത മനസ്സോടുകൂടി കൽപ്പിച്ച പോലെ വരുമെന്ന് നനച്ച് കണ്ടിട്ട് അർപ്പിച്ച് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ള ഒരു മെസ്സേജ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഗുരുവിരചിതമായ ഇന്ദ്രിയ വൈരാഗ്യം എന്ന ശിവസ്തോത്രത്തെക്കുറിച്ചുള്ള കുറേ ദിവസങ്ങളായി നടന്നു വരുന്ന വിശകലനം ഇവിടെ സമാപിക്കുന്നു, ഇവിടെ സമ്പന്നമാകുന്നു. ഈ ഉള്ളവനെ സംബന്ധിച്ച് ഞാൻ ഗുരുവിന് സമർപ്പിക്കുന്ന മറ്റൊരു ഗുരുപൂജ മാത്രമാണിത്. ഗുരുവിന് വേണ്ടി മുഴുവൻ സമയം വേല ചെയ്യുന്ന എന്നെ സംബന്ധിച്ച് ഇത് മറ്റൊരു ഗുരുപൂജയാണെന്ന് മാത്രം കരുതിയാൽ മതി. എന്നെ ശ്രവിച്ച എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ നന്ദി അറിയിക്കുകയും ഒപ്പം പരമാത്മസ്വരൂപിയായ ശ്രീനാരായണ ഗുരുദേവൻ അവരോരോരുത്തരുടെയും വഴിയും വഴികാട്ടിയുമായിരിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കാനും ആഗ്രഹിക്കുന്നു.
ശ്രീനാരായണ ദർശന പ്രചാരണത്തിൽ നിസ്തുലമായ സേവനം ചെയ്തു വരുന്ന നവദേവ വൃന്ദം ഓൺലൈൻ ഗ്രൂപ്പിനും അതിൻ്റെ സേവന സന്നദ്ധനായ അമരക്കാരനായിരിക്കുന്ന ശ്രീ മണി അവർകൾക്കും തുടർന്നും സേവന നിരതരായിരിക്കുവാൻ മഹാഗുരുവിൻ്റെ അനുഗ്രഹം എക്കാലവും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഇതൊരു വലിയ സേവനമാണ് ഈ ചെയ്തു വരുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പ്രകരണം ഇവിടെ ഉപസംഹരിക്കുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.